ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ VA3 അറബിക്ക് വീഡിയോ അറബിക്ക് 3 എടുത്തിട്ടുണ്ട്. 3 എടുത്ത കാര്യങ്ങളൊക്കെ കുറച്ച് ഫെയിലുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ പറഞ്ഞത് ഫത്തഹ യഫ്തഹു എന്നുള്ള ഉദാഹരണപ്പെടുത്തിയിട്ട് അതെങ്ങനെ സെർഫ് ചെയ്യും എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചൊരു വിവരണമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫത്തഹ യഫ്തഹു ഫത്തഹൻ ഫഹുവ ഫാത്തിഹുൻ വഫുത്തിഹ യുഫ്തഹു ഫത്തഹൻ ഫഹുവ മഫ്തൂഹുൻ അല്ലംദു മിൻഹു ഇഫ്തഹ് വന്നഹ്യു ലാ തഫ്തഹ്. ഇങ്ങനെയാണ് ഇതിനെ സെർഫ് ചെയ്യുക. ഒരു നിലക്ക് സെർഫ് ചെയ്യുക. സെർഫ് നഹ്വ് രണ്ടെണ്ണം കൂടിയതാണ് അറബി നിയമങ്ങൾ, പിന്നെ ഗ്രാമറ്റിക്കൽ റൂൾസ്. സെർഫ് നഹ്വ്. സെർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേലിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ വിശദമായി പഠിക്കുക. ഫേല്, ഇസ്മ, ഹർഫ്, ഇസ്മ, ഫേൽ, അങ്ങനെ 4 തരം പദങ്ങളാണ് അറബിയിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫേലിനെ സംബന്ധിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഫേല് പഠിച്ചു കഴിഞ്ഞിട്ട് വിശദമായി പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇസ്മും ഹർഫും എടുക്കുകയുള്ളൂ. അപ്പോൾ ഫേലിനെ സംബന്ധിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ 4ാമത്തെ വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. ഈ VA4 ആണ്. ഇത് ലെസൺ 4 ആണ്. ലെസൺ 4 എന്ന് പറഞ്ഞാൽ 4ാമത്തെ പാഠം. 4ാമത്തെ പാഠത്തിൽ VA4 വീഡിയോ ആണ് ഇത്. ടോട്ടൽ വീഡിയോ നമ്പർ 122 ആയിട്ട് വരും. അപ്പോൾ ടോട്ടൽ വീഡിയോ നമ്പർ 122 VA4 എന്ന് പറഞ്ഞാൽ അറബിക്ക് 4ാമത്തെ വീഡിയോ. ഇതിൽ ഫത്തഹ യഫ്തഹു ഫത്തഹൻ ഫഹുവ ഫാത്തിഹുൻ വഫുത്തിഹ യുഫ്തഹു ഫത്തഹൻ ഫഹുവ മഫ്തൂഹുൻ അൽഹംദു മിൻഹു ഇഫ്തഹ് ലിയഫ്തഹ് വന്നഹ്യു ലാ തഫ്തഹ് ലാ യഫ്തഹ് എന്നിങ്ങനെയാണ്. ഇതിൽ ഓരോന്നിനെ സംബന്ധിച്ചും ഓരോ വാക്കിനെ സംബന്ധിച്ചും വിശദീകരണമുണ്ട്. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ്. ഇത് മാലിയായ ഫെയിലാണ്. മാലിയായ ഫെയിൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിന്, ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസിന് പറയുന്ന പേരാണ് മാലി എന്നുള്ളത്. മാലിയായ ഫെയിൽ. മുലാരി എന്ന് നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ ടെൻസും പിന്നെ പ്രസന്റ് ടെൻസുമാണ്. അപ്പോൾ ഇതോടുകൂടി 2 വാക്കുണ്ടായാൽ അറബിയിൽ ടെൻസ് കഴിഞ്ഞു. ഇനിയാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പഠിക്കാനുള്ളത്. ഫത്തഹ എന്ന് പറഞ്ഞാൽ പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ ഇസ്മിന് പകരം, ഈ നൗണിന് പകരം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ്. അവൻ, അവൾ, അവർ. ഇത് ഇവിടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പറയുന്നതാണ് അവൻ, അവൾ, അവർ എന്നുള്ളത്. നീ, നിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സദസ്സിലുള്ളവരെ സംബന്ധിച്ചാണ്. പിന്നെ ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്നത് ഈ സംസാരിക്കുന്ന ആളെ സംബന്ധിച്ച് പറയുന്നത്. ഇങ്ങനെ 3 തരം പ്രോനൗൺസ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആണ് അവൻ, അവൾ, അവർ എന്നുള്ളത്. ഇതിനുള്ള വാക്കുകളാണ്. ഇങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫത്തഹനെ പറ്റി ആദ്യം പഠിക്കുന്നത്. ഫത്തഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു എന്നാണ്. അപ്പൊ അവൻ എന്നൊരു വാക്ക് ഇതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട് ഫത്തഹയിൽ. ഇതിനെ പ്രായോഗികമാക്കാം, നമുക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. ഫത്തഹ എന്നുള്ളതിൽ ഫത്തഹത്ത് എന്ന് പറയുമ്പോഴും അവൾ തുറന്നു എന്നാണ്. അത് നമ്മൾ പഠിച്ചു, വാചകമുണ്ടാക്കി പഠിച്ചു. അത് ആദ്യമായിട്ട് ഫത്തഹ, ഫത്തഹത്ത്. ഇത് ഫത്തഹ എന്നുള്ളത് അവൻ, അവൾ, അവർ, ഇങ്ങനെ 3 തരം ആണ്. ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞല്ലോ. തേർഡ് പേഴ്സൺ സിംഗുലർ വരും, 2 കുറിക്കുന്ന വാക്ക് വരും, 1 കുറിക്കുന്ന വാക്ക് വരും, 2 കൂടുതലുള്ളതിനെ കുറിക്കുന്ന വാക്കുണ്ട്. ഫത്തഹ 1 കുറിക്കുന്നതാണ്, അവൻ എന്ന് മാത്രം. ഫത്തഹ എന്ന് പറഞ്ഞാൽ അവർ 2 പേർ എന്ന് അർത്ഥം വരും. ഫേലിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ല. അവർ 2 പേർ. ഫത്തഹു എന്ന് പറഞ്ഞാൽ അവർ പലരും എന്നാണ്. അപ്പോൾ 1, 2, 3 ഇത് പുല്ലിംഗുമാണ് ഈ പറഞ്ഞത് മുഴുവൻ. ഫത്തഹ, ഫത്തഹ, ഫത്തഹു. അവൻ തുറന്നു, അവർ 2 പേര് തുറന്നു. ഫത്തഹ അവൻ തുറന്നു, ഫത്തഹ അവർ 2 പേര് തുറന്നു, ഫത്തഹു
രണ്ടിൽ കൂടുതൽ ആളുകളെ തുറക്കുമ്പോഴാണ് ഫത്തഹു എന്ന് പറയുന്നത്. അപ്പോൾ ഫത്തഹ ഫത്തഹ ഫത്തഹു ഈ ഒരു ഫിയലിൻ്റെ ഈ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഫിയലുകളും ഇങ്ങനെ തന്നെ. 14 തരം സുലാസി മസീദ് പറഞ്ഞിട്ടുണ്ട്. സുലാസി മുജറദ് നമ്മൾ 6 ചാപ്റ്റർ പറഞ്ഞു. ഈ 6 ചാപ്റ്ററിൽ ഒന്നാമത്തതാണ് ഫത്തഹ യഫ്തഹു എന്നുള്ളത്. ഫത്തഹ യഫ്തഹു ഫത്തഹ യഫ്തഹു ഫത്തഹൻ ഫാത്തിഹുൻ എന്നുള്ള ഓരോ വാക്കിനെ സംബന്ധിച്ചും വിശദമായി ഞാൻ പറയാം. ഫത്തഹ എന്നുള്ളത് മാദിയായ ഫിയലാണ്. ഇതിന് 14 രൂപങ്ങളുണ്ട്. ഫത്തഹ ഫത്തഹ ഫത്തഹു. ആദ്യത്തെ 3 ഗായിബിൻ്റെ സീറയാണ് എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ പ്ലൂരൽ, അതിൻ്റെ ഇടയ്ക്കൊന്ന് രണ്ടിനെ കുറിക്കുന്നത്. അപ്പോൾ ഫത്തഹ അവൻ തുറന്നു, ഫത്തഹ അവർ 2 പേർ തുറന്നു, ഫത്തഹു അവർ 2ൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാം. 3 മുതൽക്ക് അങ്ങ് ഉപയോഗിക്കാനുള്ളതാണ്. അറബിയിൽ ബഹുവചനം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലുള്ളതാണ്. അറബി ഭാഷയിൽ 1, 2, 1 പുല്ലിംഗം, പിന്നെ ഏകവചനം, 1 ഏകവചനം, 2 ദ്വിവചനം, 3 ബഹുവചനം. അപ്പം ബഹുവചനമാവല് 2ൽ കൂടുതലുള്ളത് തന്നെയാണ്. ഏത് പറയണമെങ്കിലും ഒരു പേന, 2 പേന, 2ൽ കൂടുതൽ പേന ഉണ്ടെങ്കിൽ പറയാം എങ്ങനെയെന്നുള്ളപ്പോൾ ഞാൻ പറയാം കലമ്, കലമാനി 2 പേന, കലമ് 1 പേന, 1 പെൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുമെങ്കിൽ ഇവിടെ എ പെൻ എന്നാണ് പറയാം. ഇംഗ്ലീഷിൽ എ പെൻ 1 പേന. അങ്ങനെ 2 വാക്കിൻ്റെ ആവശ്യമില്ല. കലമുൻ എന്ന് പറഞ്ഞാൽ തന്നെ 1 പേനാണ്. കലമാനി 2 പേന. അതിന് ആ വാക്കിൻ്റെ രൂപവ്യത്യാസം വരുത്തി കലമാനി അല്ലെങ്കിൽ കലമേനി എന്ന് പറയും 2 പേനക്ക്. പിന്നെ അക്ലാമ് എന്നാണ് ബഹുവചനം. ഇത് ഇസ്മായ കാരണം ബഹുവചനം ഇങ്ങനെ വരുന്ന കേട്ടോ. ഫെയിലാവുമ്പോൾ അങ്ങനെയല്ല. അപ്പം അക്ലാമെന്ന് 2ൽ കൂടുതൽ പേനകൾ ഉണ്ടെങ്കിൽ അതിനെ പറയാം. കിതാബ്, കിതാബാനി, കുത്തുബ്, ഇങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ബഹുവചന അവല് 1, 2, 2ൽ കൂടുതലുള്ളതിനാണ് ബഹുവചനം ഉപയോഗിക്കുക. അതുപോലെ ഫിയലിൽ നമ്മൾ പറയുന്നത് ഫത്തഹ ഫത്തഹ ഫത്തഹു. ഫത്തഹ 1, ഫത്തഹ 2, ഫത്തഹു എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലുള്ളത്. അപ്പോൾ ഫത്തഹ അവൻ തുറന്നു, ഇത് പുല്ലിംഗമാണ്. ഫത്തഹ അവർ 2 പേർ തുറന്നു പറഞ്ഞ പുല്ലിംഗമാണ്. ഫത്തഹു അവർ പലരും തുറന്നു എന്ന് പറയുന്നത് ആ വാക്ക് ഫത്തഹു എന്നുള്ളത് പുല്ലിംഗം ബഹുവചനാണ്. അപ്പം ആദ്യത്തെ 3 അവൻ അവർ എന്നുള്ളത് പറഞ്ഞു നമ്മൾ. ഇനി സ്ത്രീലിംഗമാണ് പറയുന്നത്. സ്ത്രീലിംഗം ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അത് പിന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ പ്ലൂരൽ, 2 കുറിക്കുന്നത്, 1 കുറിക്കുന്നത്, 2 കുറിക്കുന്നത്, 2ൽ കൂടുതലുള്ളതിനെ കുറിക്കുന്നത്. ഫത്തഹത്ത് അവൾ തുറന്നു, ഫത്തഹത്ത അവർ 2 പേര് തുറന്നു. 2 സ്ത്രീകൾ തുറക്കുമ്പോഴാണ് ഫത്തഹത്ത എന്ന് പറയും. ഫത്തഹിന അവർ തുറന്നു. അവർ എന്ന് പറഞ്ഞത് സ്ത്രീലിംഗമാണ്, ബഹുവചനമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഫത്തഹത്ത് എന്നാണ്, സ്ത്രീലിംഗം ഏകവചനം, ഗായിബിൻ്റെ സിറിയാണ്, സ്ഥലത്തില്ലാത്തവരെ സംബന്ധിച്ച് പറയുന്നതാണ്, തേർഡ് പേഴ്സൺ സിംഗുലറാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഫത്തഹത്ത എന്നാണ് സ്ത്രീലിംഗത്തിൻ്റെ ദ്വിവചനം, അവർ 2 പേര് തുറന്നു. ഫത്തഹിന എന്നുള്ളത് സ്ത്രീലിംഗം ബഹുവചനാണ്, ഗായിബിൻ്റെ സിറ, തേർഡ് പേഴ്സൺസ് ബഹുവചനമാണ്. ഫത്തഹിന അവർ തുറന്നു. അപ്പോൾ ഈ 6 നമ്മൾ ഈ 6 3 സ്ത്രീലിംഗം, 3 പുല്ലിംഗം, ഈ 6 പദവും ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പിന്നെ ഇത് എല്ലാം തേർഡ് പേഴ്സൺ ആണ്, ഇവിടെ സ്ഥലത്തില്ലാത്തവരെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇതിൻ്റെ അർത്ഥം അവൻ, അവൾ, അവർ. അവർ എന്നുള്ളത് 2 സ്ത്രീലിംഗം, 2 സ്ത്രീലിംഗം പുല്ലിംഗം കൂടി 2 ദ്വിവചനം. പിന്നെ ഫത്തഹ ഫത്തഹത്ത് ഏകവചനം 2, 1 സ്ത്രീലിംഗം 1 പുല്ലിംഗം. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2 ബഹുവചനത്തിന് എങ്ങനെ പറയാം? പുല്ലിംഗത്തിൻ്റെ ബഹുവചനം ഫത്തഹു എന്ന, സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനം ഫത്തഹിന എന്ന. അപ്പോൾ ഈ 6 പറഞ്ഞു. ഇനി സെക്കൻഡ് പേഴ്സൺ
സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഇതിലും 6 വാക്കുകളുണ്ട്. ഇതിലും 6 വാക്കുകൾ. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ഏകവചനം, ദ്വിവചനം, ബഹുവചനം 3 അതിലുണ്ട്. സ്ത്രീലിംഗം, പുല്ലിംഗം കൂടി അങ്ങനെ 6 പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടിയും പറയാം. ഫത്തഹ അവൻ തുറന്നു, ഫത്തഹ അവർ 2 പേര് തുറന്നു, ഫത്തഹു അവർ തുറന്നു. ഫത്തഹത്ത് അവൾ തുറന്നു, ഫത്തഹത്ത 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 എന്ന അവർ 2 പേര് തുറന്നു, ഫത്തഹിന അവർ തുറന്നു. അവർ പല പുരുഷന്മാരും, ഫത്തഹിന പല സ്ത്രീകളും എന്നർത്ഥം, അവർ തുറന്നു. ഇങ്ങനെ 6 വാക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇത് വാചകമാക്കി മാറ്റണമെങ്കിൽ എന്താ? ഫത്തഹ ബക്കറുൻ അൽ ബാബ. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ബക്കർ വാതിൽ തുറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫത്തഹ ബക്കറുൻ അൽ ബാബ. ഫത്തഹ അവർ 2 പേരും തുറന്നു എന്നാണ്. ആളെ പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. ഈ 2 പേരുകൾ അവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അറബിയിൽ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. ഫത്തഹന അത്താലിബാനി ഫത്തഹ 2 വിദ്യാർത്ഥികൾ വീണ്ടും ഫത്തഹ അവർ തുറന്നു, ബാബൽ മദ്രസത്തി സ്കൂളിൻ്റെ വാതിൽ, ഇങ്ങനെയൊക്കെ പറയാം. അത് വിശദമായിട്ട് വാചകങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഫത്തഹ ഫത്തഹ ഇതിൻ്റെ മാത്രം അർത്ഥം പഠിക്കുക. ഇത് നിലയ്ക്ക് മുന്നോട്ട് പോവുക. ഫത്തഹ ഫത്തഹ ഫത്തഹു, ഫത്തഹത്ത് ഫത്തഹത്ത ഫത്തഹൻ 6 വാക്കായി. ഇനി നീ, നിങ്ങൾ എന്നുള്ള അർത്ഥം വരാൻ ഇങ്ങനെ അർത്ഥം വരുന്ന 6 വാക്കുകളുണ്ട്. ഇത് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, പ്ലൂരൽ, പിന്നെ ദ്വിവചനം 2 കുറിക്കുന്നത്. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫത്തഹിത്ത നീ തുറന്നു. ഒരു പുരുഷനോട് പറയാണ് നീ വാതിൽ തുറന്നു എന്ന് പറയുകയാണെങ്കിൽ ഫത്തഹിത്തൽ ബാബ, ഫത്തഹ്ത. ഫത്തഹിത്തുമാ നിങ്ങൾ 2 പേര് തുറന്നു, ഫത്തഹിത്തും നിങ്ങൾ തുറന്നു. ഇത് പുല്ലിംഗ 3. അത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഫത്തഹിത്ത നീ തുറന്നു, ഫത്തഹിത്തുമാ നിങ്ങൾ 2 പേര് തുറന്നു, ഫത്തഹിത്തും നിങ്ങൾ തുറന്നു. നിങ്ങൾ പലരും, 2ൽ കൂടുതൽ ആളാണ്. അപ്പോൾ ഫത്തഹിത്ത ഫത്തഹിത്തുമാ ഫത്തഹിത്തും. ഇനി സ്ത്രീലിംഗം ഏകവചനാണ് സെക്കൻഡ് പേഴ്സൺ എങ്കിലോ നീ തന്നെ അവിടെയും പറയാം. മലയാളത്തിൽ പറയുമ്പോൾ നീ എന്നാ പറയാം. ഇംഗ്ലീഷിൽ യു എന്നാ ഇതിനൊക്കെ പറയാം. യു എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. ഈ 6 വാക്കിനും കൂടി ഒറ്റ വാക്കേ ഉള്ളൂ. യു. സ്ത്രീക്കും പറയാം, പുരുഷനും പറയാം, ഏകവചനം പറയാം, ദ്വിവചനം പറയാം, പിന്നെ ബഹുവചനം പറയാം. അപ്പം യു എന്ന വാക്ക് ഇംഗ്ലീഷിലും ഈ അതിന് 6 മീനിങ് ഉണ്ട്. പിന്നെ യു എന്ന് പറഞ്ഞാൽ ആണിന് പറയാം, പെണ്ണിന് പറയാം, പിന്നെ ഏകവചനത്തിന് പറയാം, ദ്വിവചനത്തിന് പറയാം, ബഹുവചനത്തിന് പറയാം. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, യു എന്നുള്ളത്. നമുക്ക് പറയാം ഏകവചനം നീ എന്നുള്ളത് നീ, ഫത്തഹിത്ത നീ തുറന്നു, ഫത്തഹിത്തുമാ നിങ്ങൾ 2 പേര് തുറന്നു, ഫത്തഹിത്തും നിങ്ങൾ തുറന്നു. ഫത്തഹിത്തി എന്ന് പറയാം. ഫത്തഹിത്തി സ്ത്രീലിംഗം ഏകവചനത്തിന് ഫത്തഹിത്തി എന്ന് പറയാം. എല്ലാ ഫീൽഡിലും ഇങ്ങനെ തന്നെ. ലറബത്തി, നസർത്തി, ഇങ്ങനെയൊക്കെ തന്നെ. ഒന്ന് നമ്മൾ വ്യക്തമായിട്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാത്തിലും ഈ നിലക്ക് ഉപയോഗിക്കാം. ഫത്തഹിത്തി. പിന്നെ നീ തുറന്നു, ഫത്തഹിത്തുമാന്ന് അതിൻ്റെ ദ്വിവചനം. നിങ്ങൾ 2 പേര് തുറന്നു, 2 സ്ത്രീകളാണ് ഉദ്ദേശിക്കുന്നത്. ഫത്തഹിത്തുന്ന എന്നാണ് അവിടെ സ്ത്രീലിംഗം ബഹുവചനം. നിങ്ങൾ തുറന്നു. അപ്പോൾ 6 ആറും 12 വാക്കുകളായി. നന്നായിട്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനിയുള്ളത് 2 വാക്കാണ്. ഞാൻ, ഞങ്ങൾ എന്ന് പറയേണ്ടതാണ്. ഇതിന് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്ലൂറൽ എന്ന ഇംഗ്ലീഷിൽ പറയാം. അത് ഐ, വി എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഐക്ക് പറയാം ഞാൻ എന്ന. ഫത്തഹിത്തു ഞാൻ തുറന്നു, ഫത്തഹിത്തു. ഈ ഹർക്കത്തിന് ഈ ഫത്തഹം എന്നതിൽ ചേർക്കുന്ന മറ്റ് താവും യാവും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ചേർത്ത് വരുന്ന വ്യത്യാസമാണ് ഇവിടെ ഞാൻ, ഞങ്ങൾ എന്നുള്ള ഈ സർവനാമം ആവണത്. ഫത്തഹ എന്ന് പറഞ്ഞതിൽ സർവനാമം ഇത് പറയാം. ഫത്തഹിത്തു ഞാൻ തുറന്നു. ഫത്തഹിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറന്നു എന്നാണ്. ഞങ്ങൾ തുറന്നു. ഫത്തഹ പ്ലസ് ന എന്ന ഫത്തഹിന. ഫത്തഹിത്തു എന്ന് പറയുന്നത് ഫത്തഹ പ്ലസ് തു ആണ്. 2 വാക്കാണത്.
അതുപോലെ ഫത്തഹ ഫത്തഹ, അപ്പോൾ 14 വാക്കുകളായി. ഫത്തഹ ഫത്തഹ ഫത്തഹു, ഫത്തഹത്ത് ഫത്തഹത്ത, ഫത്തഹന ഫത്തഹത്ത, ഫത്തഹത്തുമ ഫത്തഹത്തും, ഫത്തഹത്തി ഫത്തഹത്തുമ, ഫത്തഹത്തുന്ന, ഫത്തഹത്തു ഫത്തഹന. ഇത് ഇനി ഇതിനെ സംബന്ധിച്ച് ഇത് മാദിയാണ്. മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ട്, മംഫി എന്ന് പറയാം. അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.